ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രമേശ് പിഷാരടി. പ്രശസ്ത അവതാരകനാണ് അദ്ദേഹം. അതിപ്രശസ്തനായ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, നടനാണ്, സംവിധായകനാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ സർവകലാ വല്ലഭനാണ് അദ്ദേഹം. അതേപോലെ തന്നെ മറ്റൊരു വിശിഷ്ടാതിഥി എൻ്റെ പ്രിയ സുഹൃത്ത് ആദരണീയനായ DYSP ശ്രീ മനോജ് കുമാർ. അടുത്ത വിശിഷ്ടാതിഥി ആദരണീയനായ ആരാധ്യനായ അഡ്വക്കേറ്റ് ശ്രീ PT നരേന്ദ്രമേനോൻ. ഞങ്ങളെല്ലാം ബാബുവേട്ടൻ, ഗോപിയേട്ടൻ, സുകുമാരി ചേച്ചി, മറ്റ് സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ രമേശ് പിഷാരടി, രമേശിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വപ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഉയർന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ കോമഡിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കോമിക് ടൈമാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും വേണ്ടത് ടൈമിങ്ങിനാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഈ പന്ത് കളിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് എത്ര നന്നായി ഓടിക്കളിച്ചിട്ടും കാര്യമില്ല. ആ കറക്റ്റ് ഗോൾ പോസ്റ്റിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ ആ ബോൾ കണക്ട് ചെയ്ത് പോസ്റ്റിലേക്ക് അടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കയ്യടി കിട്ടത്തുള്ളൂ. അങ്ങനെ ഓരോ പോയിന്റിലും ഓരോ സന്ദർഭത്തിലും കൗണ്ടർ പറയാനും അത് യഥാർത്ഥത്തിൽ എത്തേണ്ടവിടത്ത് എത്തിക്കാനും കഴിവുള്ള അസാധാരണമായ കഴിവുള്ള അനിതര സാധാരണമായ സംഭാഷണ ശൈലിക്ക് ഉടമസ്ഥനായ, അവതരണ രീതിയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, അത്രയും നല്ല അവതരണ രീതിയുള്ള ഓർമ്മശക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി പലപ്പോഴും കായം പറ്റിയിട്ടും മറ്റേ ഓരോ വാക്കുകളെ പറ്റിയിട്ടും അദ്ദേഹം പറയുന്ന രീതി കാണുമ്പോൾ അദ്ദേഹത്തോട് അസൂയ തോന്നാറുണ്ട്. ഇത്രയൊക്കെ ഓർമ്മശക്തി എങ്ങനെ പിടിച്ചു നിൽക്കുന്നുവെന്ന്. പിന്നെ അദ്ദേഹത്തോട് കൂടുതൽ അടുത്തപ്പോൾ, അദ്ദേഹത്തെ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹം ഈ നമ്മൾക്ക് വേണ്ടി ഈ ചിരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കോമിക് മെറ്റീരിയൽ ആയാലും മറ്റ് കാര്യങ്ങളായാലും ഒക്കെ രാത്രി 3-4 മണി വരെ ഉറക്കമൊഴിച്ചിരുന്ന് ആണ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും ഈ മെറ്റീരിയലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം. അപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് പരസ്പരം ഇപ്പോൾ ഇവിടെ കൂടിയിരുന്ന ആളുകൾ അല്ലായിരിക്കാം, പക്ഷെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഒരാളെ പോലെ ആവണം. അപ്പോൾ ആ മത്സരം നല്ലതാണ്, കാരണം ഒരു പരിധി വരെ മത്സരം നല്ലതാണ്, നമുക്ക് നമ്മുടെ ബെസ്റ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ആ മത്സരത്തിൻ്റെ ഇന്ന് എല്ലാവിധ ലിമിറ്റും എക്സീഡ് ചെയ്യാണ്. അപ്പോൾ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിരന്തര രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ്. നമ്മൾ ഒരു തരം സൈക്കോളജിക്കൽ ഫിസിക്കൽ ഡാമേജസ് വരുവാണ്, കാരണം ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ രീതിയിൽ വരുന്ന ആളുകൾ പറയുന്ന മെറ്റീരിയൽസ്, ഇല്ലെങ്കിൽ തമാശ രൂപത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, സിനിമകൾ, പല കണ്ടൻറ്റുകളും ജനങ്ങളെ മനസ്സ് തുറന്ന് ചിരിപ്പിക്കും. അപ്പോൾ മനസ്സ് തുറന്ന് ചിരിപ്പിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ഈ കോർട്ടിസോൾ, നമ്മുടെ ഹോർമോൺസ് എന്താ പറയുക, പ്രൊഡക്ഷനൊക്കെ കാരണം നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറഞ്ഞു പോകും. അപ്പോൾ ഇദ്ദേഹം സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ ബീയിങ് എന്ന രീതിയിൽ ഇദ്ദേഹം വഹിച്ചു വരുന്ന പങ്ക് വളരെ വളരെ വലുതാണ് ആക്ച്വലി. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ CMN ട്രസ്റ്റിൻ്റെ ആദ്യ പരിപാടിക്ക് ഞാൻ ക്ഷണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ലാസ്റ്റ് 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പെയാണ് ക്ഷണിക്കാറ് അതിഥികളെ. അപ്പോൾ അദ്ദേഹം അന്ന് 3-4 പരിപാടി ഏറ്റെടുക്കൽ കാരണം പിന്നെ അദ്ദേഹത്തിന് അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു പരിപാടിക്ക് ഞാൻ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ന് വൈകുന്നേരം കാടാമ്പുഴ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിനൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 4 മണിക്ക് നമുക്ക് തുടങ്ങാം, കാരണം വൈകുന്നേരങ്ങളിലാണ് നമ്മൾ പരിപാടി വെക്കാറ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് 6 മണിക്കെങ്കിലും കാടാമ്പുഴ ക്ഷേത്രത്തിൽ എത്തണം. അപ്പോൾ 6 മണിക്ക് കാടാമ്പുഴ ക്ഷേത്രത്തിൽ എത്തണം എന്ന് വെച്ചാൽ നട അടയ്ക്കുന്നതിൻ്റെ മുമ്പ് എത്തണം എന്നാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ രാവിലെ തന്നെ ഈ പരിപാടി വെച്ചത്. മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം, അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു കലാകാരനാണല്ലോ, അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അനുസരിച്ച് നിങ്ങളുടെ റിമ്യൂണറേഷൻ എത്രയെന്ന് ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുത്. പിന്നെ അത് കഴിഞ്ഞ് 2-3 തവണ ഞാൻ മെസ്സേജൊക്കെ ഇട്ടു അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്യാം. അദ്ദേഹം അതിന് മറുപടി തന്നെ തന്നില്ല.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ആ കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡ്, പ്രവൃത്തി, ഇതിന് വലിയൊരു കയ്യടി നിങ്ങൾ കൊടുത്ത്. കാരണം നല്ല തിരക്കുള്ള കലാകാരനാണ് അദ്ദേഹം, നല്ല തിരക്കുള്ള കലാകാരനാണ് അദ്ദേഹം. മാത്രമല്ല ഈ കലാകാരന്മാരിൽ ഇപ്പോൾ എനിക്ക് കുറേ കലാകാരന്മാർ പരിചയമുണ്ട്, ഞാൻ ആരും മോശമെന്നല്ല പറയുന്നത്. പക്ഷെ വളരെ വിരളമായ ആളുകളെ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും ഇന്ന് കൂടെ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അവർ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയിട്ട് പോലും അവരിരുന്നില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ലാളിത്യമാണ് എല്ലാം കൊണ്ടും മനസ്സിലാവുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കിട്ടിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ശ്രീ മനോജ് കുമാർ ആയാലും വേണ്ടില്ല, പിന്നെ ബാബുവേട്ടനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെയാണ് ബാബുവേട്ടനും സുകുമാരി ചേച്ചിയും. അങ്ങനെയുള്ള ഒരു നല്ല ഒരു സദസ്സാണിവിടെ. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു. കാരണം ഈ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ വീട്ടിൽ കണ്ട് പഠിക്കുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു 75% ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. ബാക്കി നമ്മുടെ സാമൂഹ്യമായ ഇടപെടലുകളുടെയും നമ്മുടെ സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിലും നമുക്ക് വരുന്ന വളരെ എന്താ പറയുക വിരളമായ ചേഞ്ചസാണ് വരിക. ഒരു എല്ലാ കാര്യത്തിലും എല്ലാവരും എക്സെപ്ഷൻസ് ഉണ്ടാവാതിരിക്കാം. ഒരു 80% വളരെ വിരളമായ ചേഞ്ചസാണ് വരിക. അപ്പോൾ വീട്ടിൽ ഞാനിത് കണ്ടുകൊണ്ട് വളർന്നുകൊണ്ടാവാം. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഇപ്പോൾ ആദ്യം ചാരിറ്റി കാര്യങ്ങളൊക്കെ വീട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട ആളുകളെ അച്ഛനും അമ്മയും സഹായിക്കുന്ന രീതി, അവശത അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും മതി വരാത്തൊരു രീതി, ഇതെല്ലാം കണ്ടു വളർന്നൊരു ബാല്യമാണ്. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ എത്തിയതിൻ്റെ ശേഷം അപ്പോൾ അന്ന് 2 ആഴ്ച കൂടുമ്പോഴേക്കാണ് വിളി വരുന്നത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കത്ത് വരുന്ന സമയത്തൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു പേജിലുണ്ടായിരിക്കും. പിന്നെ വേറൊരു പേജിൽ അടുത്ത നാട്ടിലെ അല്ലെങ്കിൽ അമ്മയോട് പരിചയമുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. ഒന്നുകിൽ കിണർ കുത്തുക, അല്ലെങ്കിൽ വീട് പണിയുടെ കാര്യം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യം. ചിലപ്പോഴൊക്കെ ഈ അമ്മയെ വിളിക്കുന്ന സമയത്ത് വളരെ വിഷമമായ രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മേ വേറെ എന്താ ഇവിടെ അതായത് എൻ്റെ ശമ്പളം കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് ഈ കത്തും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പണം കായ്ക്കുന്ന മരം വല്ലതും ഉണ്ടോ, എന്താണ് ഇങ്ങനെയൊക്കെ, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കും. നമ്മൾ വളരെ വിഷമത്തിൽ, കാരണം ഞാനും വളരെ ചെറുപ്പത്തിൽ നാട് വിട്ട ഒരു വ്യക്തിയാണ് ആക്ച്വലി. ആ സമയത്ത് അമ്മ ഒരിക്കലും തോറ്റു കൊടുക്കുന്ന ഒരു പ്രാകൃതമല്ലായിരുന്നു. അമ്മ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 തിരിച്ചു പറയുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ എന്തായാലും അവസാനം ഞാൻ അമ്മയ്ക്ക് കീഴടങ്ങുന്ന ഒരു പ്രാകൃതമായിരുന്നു എൻ്റെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കീഴടങ്ങുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. അവസാനം അമ്മ കീഴടങ്ങി അമ്മ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. അമ്മയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. നാട്ടുകാരോട് അമ്മ പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് എൻ്റെ മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു അഭിമാനമുണ്ട്. പിന്നെ ഞാനും അത് ആസ്വദിക്കാൻ തുടങ്ങി ആക്ച്വലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ ഇത് ശീലമാവും. ഇപ്പോൾ നമുക്ക് എന്ത് പണി അങ്ങനെ ഒരു കൊലപാതകമാണെന്ന് വെച്ച് കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ നമുക്കത് പിന്നെ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്നൊരു സംഭവം നമുക്കൊരു പ്രേരണ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ശീലമാവും. അപ്പോൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും മരണശേഷം അപ്പോൾ ഇത് കുറഞ്ഞു വരാൻ പാടില്ല. കാരണം പിന്നെ അവരില്ല നിർബന്ധിക്കാൻ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയാൻ അവരില്ല, അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ഇത് സിസ്റ്റമാറ്റിക്കായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്താ പറയുക ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ച് ട്രസ്റ്റിൽ ഇപ്പോൾ 4-5 ഒഫീഷ്യൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ സന്തോഷ് പറഞ്ഞ പോലെ നമ്മൾ വീട് മാത്രമല്ല, നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നുണ്ട്, 100-ൽ-അധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വീട്ടിലേക്ക് മാറുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യ കലയും കൂടി ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ ഇങ്ങനൊരു വീട്, അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ ഭാഗമായിട്ടാണ് ഈ എ ഹോം ഓഫ് യുവർ ഓൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. ആ പദ്ധതിക്ക് പേരിടുന്നതും അവർ തന്നെയാണ്, കല തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു 14-15 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ 20 വീടോളം വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ 14 വീട് നമ്മൾ MOU കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതും ഈ ഒരു ചടങ്ങിന് രമേശിനെ പോലുള്ള ആളെ മുഖ്യാതിഥിയായി കിട്ടിയതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിപ്പിച്ചുകൊണ്ട് ഇന്ന് വീട് കിട്ടുന്ന MOU സ്വീകരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ടും തുടർന്ന് CMN ട്രസ്റ്റിൻ്റെ എല്ലാവിധ
സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് അറിയിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.